ഹലോ എവരിവൺ, NSMCയിൽ ക്ലാസ് 9ലുള്ള എവല്യൂഷൻ എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എനിവേ NSMCക്ക് എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രിപ്പറേഷനൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ ബാക്കി ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. എല്ലാവരും അത് കാണുക, നോട്ട് ചെയ്ത് പോവുക. നമ്മൾ വീഡിയോയിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്ത് ആ ക്വസ്റ്റ്യൻസ് സ്വയം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മളുടെ ബാക്കി വീഡിയോയിൽ പറയുന്ന ആ ഒരു ആൻസറിലേക്ക് തന്നെ നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കുക. എവിടെയാണ് നമുക്ക് കുറച്ചൊന്ന് പിന്നോട്ട് പോകുന്നത് എന്നുള്ള ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുക. അത് റിവൈസ് ചെയ്ത് വീണ്ടും വീണ്ടും സ്ട്രോങ് ആക്കുക കേട്ടോ. ആ രൂപത്തിൽ എല്ലാവരും നന്നായി പഠിച്ചു പോവുക. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്തേക്ക് കിടക്കാം. ഒറിജിൻ ഓഫ് ലൈഫ് അല്ലേ, എങ്ങനെയാണ് ജീവൻ ഉത്ഭവിച്ചത്. യൂണിവേഴ്സ് ഈസ് അബൌട്ട് 20 ബില്യൺ ഇയേഴ്സ് ഓൾഡ് അല്ലേ. 20 ബില്യൺ ഇയേഴ്സ് ആയിട്ട് നമ്മുടെ യൂണിവേഴ്സിന് യൂണിവേഴ്സ് ബിഗൈൻ ഫ്രം എ ഹ്യൂജ് എക്സ്പ്ലോഷൻ അല്ലേ. ആ ഒരു വലിയ ഒരു വികാസത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. ബിഗ് ബാങ് തിയറി അതാണ് പറയുന്നത്. എർത്ത് ഫോം അബൌട്ട് 4.5 ബില്യൺ ഇയേഴ്സ് അഗോ. നമ്മുടെ എർത്ത് ഫോം ചെയ്തിട്ടുള്ളത് 4.5 ബില്യൺ ഇയേഴ്സ് അഗോ ആണ്. ഫസ്റ്റ് ലൈഫ് അപ്പിയർഡ് അബൌട്ട് 4 ബില്യൺ ഇയേഴ്സ് അഗോ അല്ലേ. 4 ബില്യൺ ഇയേഴ്സ് അഗോ ആണ്, ഏകദേശം ഒരു 4 to 5 ബില്യൺ ഇയേഴ്സ് അഗോ ആണ് നമ്മുടെ ഫസ്റ്റ് ലൈഫ് അപ്പിയർ ചെയ്തത്. ഓക്കെ, ഇനി എവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാജുവൽ ചേഞ്ച് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വേർഡ് മീനിങ് എന്ന് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ ചേഞ്ച് എന്നുള്ളതാണ് പ്രധാനമായിട്ടും, പ്രോസസ് ഓഫ് ചേഞ്ച് എന്നുള്ളതാണ് എവല്യൂഷൻ എന്നുള്ള ടേം കൊണ്ട് അർത്ഥാക്കുന്നത് കേട്ടോ. അപ്പോൾ ചേഞ്ച് എന്നുള്ള ഒരു വേർഡാണ് പ്രധാനമായിട്ടും എവല്യൂഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓവർ ടൈം അല്ലേ, ടൈം പോകുന്നതിനനുസരിച്ച് ചേഞ്ച് സംഭവിക്കുക. അത് രണ്ട് രൂപത്തിലുള്ള എവല്യൂഷൻ ആണുള്ളത്. ഒന്ന് കെമിക്കൽ എവല്യൂഷൻ, രണ്ടാമത്തത് ബയോളജിക്കൽ എവല്യൂഷൻ. കെമിക്കൽ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ബൈ വിച്ച് ഈസ് in which simple non-living chemical compounds in the early earth environment combined and reacted over time forming more complex molecules. അതായത് നോൺ ലിവിങ് ആയിട്ടുള്ള ഇനോർഗാനിക് ആയിട്ടുള്ള മോളിക്യൂൾസ് അത് കമ്പൈൻ ചെയ്തിട്ട് ഓർഗാനിക് മോളിക്യൂൾസ് ആവുന്ന ആ ഒരു പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ പിന്നെ കെമിക്കൽ എവല്യൂഷനിലാണ് നോൺ ലിവിങ്ങിൽ നിന്നും ഓർഗാനിക് മോളിക്യൂൾസിലേക്കുള്ള ചേഞ്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് ജീവൻ ഉണ്ടായത് എന്ന ചോദ്യം ഒരിക്കലും ബയോളജിക്കൽ എവല്യൂഷൻ എന്ത് ചെയ്യില്ല, അഡ്രസ് ചെയ്യൂല. ഓക്കെ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി കെമിക്കൽ എവല്യൂഷൻ. കെമിക്കൽ എവല്യൂഷനിലാണ് അത് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്, എങ്ങനെ ജീവൻ ഉണ്ടായി എന്നുള്ള. അപ്പോൾ അമിനോ ആസിഡ്സ് ഫോം ചെയ്തത്, അല്ലെങ്കിൽ ഷുഗേഴ്സ്, ന്യൂക്ലിയോടൈഡ്സ്, അങ്ങനെയുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്യുന്ന കാര്യമാണ് എന്ത് പറയുന്നത്, കെമിക്കൽ എവല്യൂഷൻ പറയുന്നത്. അത് പിന്നെ കൂടിച്ചേർന്ന് സെൽസ് ആവുക എന്നുള്ള രൂപത്തിലാണ് കെമിക്കൽ എവല്യൂഷൻ തിയറിയൊക്കെ പറയുന്ന ഒരു കാര്യം. അപ്പോൾ എനിവേ അത് ഒറിജിൻ ഓഫ് ലൈഫ് പറയുന്നത് എവിടെയാണ്? കെമിക്കൽ എവല്യൂഷനിലാണ്. ബയോളജിക്കൽ എവല്യൂഷനിൽ ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് പറയേയില്ല. ഓക്കെ, ബയോളജിക്കൽ എവല്യൂഷനിൽ ഓൾറെഡി ഉള്ള ജീവനിൽ എങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചു, ഇതാണ് ബയോളജിക്കൽ എവല്യൂഷനിൽ പറയാം. ദ പ്രോസസ് ബൈ വിച്ച് ലിവിങ് ഓർഗാനിസം ഇവോൾവ് ആൻഡ് ചേഞ്ച് ഓവർ ജനറേഷൻ. ഓൾറെഡി ലൈഫ് ഉണ്ടായതിനു ശേഷം പിന്നെ എങ്ങനെയെന്നുള്ളതാണ് ബയോളജിക്കൽ എവല്യൂഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. കെമിക്കൽ എവല്യൂഷനിലാണ് എങ്ങനെ ജീവൻ ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു കംപ്ലീറ്റ് ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഇപ്പോഴും നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഒരുപാട് തിയറീസ് ആ വിഷയത്തിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഒരു ചോദ്യമാണ്, ആഫ്റ്റർ അബൌട്ട് ഹൗ മെനി ഇയേഴ്സ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് ദ എർത്ത് ലൈഫ് അപ്പിയേർഡ് ഓൺ ദ പ്ലാനറ്റ്. അതായത് എർത്തിന്റെ ഫോർമേഷന് ശേഷം എർത്ത് ഫോം ചെയ്തു, എന്നിട്ട് എത്ര കഴിഞ്ഞിട്ടാണ് ലൈഫ് അപ്പിയർ ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. 500 ബില്യൺ ഇയേഴ്സ് ആണോ, അല്ല 50 മില്യൺ ആണോ, 500 മില്യൺ ആണോ, 50 ബില്യൺ ആണോ? നമുക്കറിയാം 500 മില്യൺ ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷം, എർത്ത് ഫോം ചെയ്തിട്ട് 500 മില്യൺ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഫസ്റ്റ് ലൈഫ് അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി തിയറീസ് ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ് നമ്മൾ നേരത്തെ പറഞ്ഞു, കെമിക്കൽ എവല്യൂഷൻ അല്ലെ, എങ്ങനെ ലൈഫ് ഉണ്ടായി എന്നുള്ള ചോദ്യം അത് അഡ്രസ് ചെയ്യാൻ ഒരുപാട് തിയറീസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽപ്പെട്ടതാണ് പാൻസ്പെർമിയ, അതായത് കോസ്മോസോയിക് തിയറി എന്ന് പറയുന്നത്, കെമിക്കൽ എവല്യൂഷൻ തിയറി, തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ, അതേപോലെ തന്നെ സ്പോണ്ടേനിയസ് ജനറേഷൻ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള തിയറീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ 1, 2, 3 എടുക്കാം. പാൻസ്പെർമിയ അല്ലെങ്കിൽ കോസ്മോസോയിക് തിയറി എന്ന് പറഞ്ഞാൽ ലൈഫ് വേറെ എവിടുന്നോ വന്നു, ഔട്ടർ സ്പേസിൽ നിന്ന് ലൈഫ് വന്നു. അതിൻ്റെ ലൈഫിൻ്റെ സ്പോസ് or seeds of life came to earth through meteors, അതേപോലെ തന്നെ കോസ്മിക് ഡസ്റ്റ്, അങ്ങനെ ഔട്ടർ സ്പേസിൽ നിന്ന് മീറ്റിയോസ് വഴിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് നമ്മുടെ എർത്തിലേക്ക് ലൈഫ് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് സ്വാൻഡ് അരീനിയസ് പോലെയുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ ഈ പറഞ്ഞ തിയറി പ്രപ്പോസ് ചെയ്ത ആൾക്കാരാണ്. എക്സ്പ്ലെയിൻസ് ട്രാൻസ്ഫർ ഓഫ് ലൈഫ് നോട്ട് ഒറിജിൻ ഓഫ് ലൈഫ് അല്ലേ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഔട്ടർ സ്പേസിൽ നിന്നാണ് ലൈഫ് ഉണ്ടായത്, അത് പിന്നെ ഭൂമിയിലേക്ക് എത്തി എന്ന് പറയുമ്പോഴും ഭൂമിയിൽ എങ്ങനെ ലൈഫ് എത്തി എന്നുള്ളത് ഓക്കെ, അതൊരു ട്രാൻസ്ഫർ ഓഫ് ലൈഫ് ആണ് അല്ലേ. പക്ഷെ അപ്പോഴും ഔട്ടർ സ്പേസിൽ എങ്ങനെ ജീവൻ ഉണ്ടായി എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട്. ബട്ട് ഇതൊരു തിയറിയാണ്, ഇപ്പോഴും ഒരുപാട് സയന്റിസ്റ്റുകൾ വിശ്വസിക്കുന്ന ഒരു തിയറിയാണ്. കാരണം എർത്തിൽ കൂടുതലായിട്ടുള്ള പിന്നെ കോമ്പൗണ്ട്സ് അല്ല നമ്മുടെ ലിവിങ്
ബീങ്സിൻ്റെ സെൽസിലോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലോ കൂടുതലായിട്ട് കാണുന്നത് അങ്ങനെയുള്ള കുറേ റാഷണലുകൾ എന്ത് ചെയ്യുന്നുണ്ട് അവർ പറയുന്നുണ്ട്. സോ എനിവേ ഇതൊരു പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. കുറച്ച് സയൻറ്റിസ്റ്റുകളൊക്കെ അത് വിശ്വസിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് കെമിക്കൽ എവല്യൂഷൻ തിയറി എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറി ഉണ്ടായിരുന്നത്. ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം സിമ്പിൾ കെമിക്കൽസ് പ്രസന്റ് ഇൻ ഏർലി എർത്ത് കണ്ടീഷൻസ്. ഏർലി എർത്ത് കണ്ടീഷൻസിന്റെ ആ സമയത്ത് ഉണ്ടായിരുന്ന സിമ്പിൾ കെമിക്കൽസ്, അതിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ലൈഫ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഒപ്പാരിൻ, ഹാൽഡെയിൻ ഒക്കെയാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. JBS ഹാൽഡെയിനും ഒപ്പാരിനും ഒക്കെയാണ് അത് പ്രപ്പോസ് ചെയ്തത്. ഇതിൽ പറയുന്നത് വെച്ചാൽ ഏർലി അറ്റ്മോസ്ഫിയർ ഹാഡ് ഹൈഡ്രജൻ, മീഥൈൻ, അമോണിയ ആൻഡ് വാട്ടർ വേപ്പർ. ഇതൊക്കെയാണ് ഏർലി, അതായത് ഒരു തുടക്ക സമയത്ത് ഒരു പ്രിമിറ്റീവ് എർത്ത് നമ്മൾ പറയും. പ്രിമിറ്റീവ് എർത്ത് സമയത്ത് ഈ ഹൈഡ്രജൻ, മീഥൈൻ, അമോണിയ അതുപോലെ തന്നെ വാട്ടർ വേപ്പർ ഒക്കെ ആയിരുന്നു പ്രസന്റ് ആയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ലൈറ്റ്നിങ്, UV റേസ്, അതേപോലെ തന്നെ അതൊക്കെ എനർജി സോഴ്സസ് ആയിട്ട് ഉണ്ടായിരുന്നു. അതായത് തണ്ടർ, ലൈറ്റ്നിങ്, UV റേസ് ഒക്കെ എനർജി സോഴ്സസ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ എനർജി സോഴ്സസ് ഈ പറഞ്ഞ ഗ്യാസസുമായിട്ട് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ അങ്ങനെയുള്ള റിയാക്ഷൻസ് ഒക്കെ നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടാകുന്നതും അത് കൂടി ചേർന്ന് പിന്നെ ലൈഫ് ഉണ്ടാകുന്നതും എന്നുള്ളതാണ് കെമിക്കൽ എവല്യൂഷൻ തിയറി പറയുന്നത്. ഏറ്റവും കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു തിയറി ആയിരുന്നു. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത് ഈ പ്രിമിറ്റീവ് എർത്തിൽ there was no free oxygen എന്നുള്ളതാണ്. ഫ്രീ ഓക്സിജൻ ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട. ഫ്രീ ഓക്സിജൻ ഇല്ലെങ്കിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുക. ഓക്കെ, പിന്നീട് നമ്മൾ പ്രിമിറ്റീവ് എർത്തിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഫ്രീ ഓക്സിജൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് സയൻറ്റിഫിക് ലോകത്ത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ തിയറിക്ക് അപ്പുറത്തേക്ക് വേറെ തിയറീസ് അന്വേഷിച്ച് നമ്മളിപ്പോഴും പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിവേ ഈ ഒരു തിയറി ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു തിയറി ആയിരുന്നു കെമിക്കൽ എവല്യൂഷൻ തിയറി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയിൻ. അത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, യുറേ-മില്ലർ എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് വഴി എന്ത് ചെയ്തിട്ടുണ്ട്, അത് പ്രൂവ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഒരു റിഡക്റ്റീവ് എൻവയൺമെന്റിൽ എന്ന് വെച്ചാൽ ഫ്രീ ഓക്സിജൻ ഇല്ലാത്ത രൂപത്തിൽ അങ്ങനെ ഈ പിന്നെ ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്യും എന്നുള്ളത് ലാബിൽ പരീക്ഷിച്ച ഒരു പരീക്ഷണമാണ് യുറേ-മില്ലർ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. സ്റ്റാൻലി മില്ലറും യുറേയും കൂടി എന്ത് ചെയ്തു, ഈ പറഞ്ഞ പ്രിമിറ്റീവ് എർത്ത്, അവർ പറഞ്ഞതുപോലെയുള്ള ഒരു പ്രിമിറ്റീവ് എർത്തിന്റെ കണ്ടീഷൻ ലാബിൽ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവർ ആ രൂപത്തിലുള്ള ഒരു അപ്പാരറ്റസ്, ഇതാണ് യുറേ-മില്ലർ എക്സ്പെരിമെന്റിന്റെ അപ്പാരറ്റസ്. അപ്പോൾ ഇവിടെ ബോയിലിംഗ് വാട്ടർ ഉണ്ടാവും, വാട്ടർ വേപ്പർ ഇവിടേക്ക് എത്തും, ഇവിടെ എന്തുണ്ടാവും, ഈ പറഞ്ഞ ഗ്യാസസ് അല്ലേ, അമോണിയ, വാട്ടർ വേപ്പർ, അതേപോലെ തന്നെ ഹൈഡ്രജൻ, ഈ പറഞ്ഞ ഗ്യാസസ് ഒക്കെ ഇതിലുണ്ടാവും. അതിലേക്ക് ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുക്കും. നമുക്ക് തണ്ടറും ലൈറ്റ്നിങ് ഒന്നും ലാബിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, വാട്ടർ ഔട്ട് ഇവിടേക്ക് വന്ന് കണ്ടൻസ് ചെയ്യുന്നു. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ അമിനോ ആസിഡ്സ് പോലെയുള്ള കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്തതായിട്ട് കണ്ടെത്തിയത്. അപ്പോൾ ഇങ്ങനെ അമിനോ ആസിഡ്സ് ഒക്കെ ഫോം ചെയ്തു. സെല്ല് ഉണ്ടായതായിട്ട് കണ്ടെത്തിയിട്ടില്ല, പക്ഷേ ഓർഗാനിക് മോളിക്യൂൾസ് ഇനോർഗാനിക്കിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന രൂപത്തിൽ യുറേ-മില്ലർ എക്സ്പെരിമെന്റ് എന്ത് ചെയ്തു, ഈ കെമിക്കൽ എവല്യൂഷൻ തിയറിയുടെ ഒരു എക്സ്പെരിമെന്റൽ പ്രൂഫ് ആയിട്ട് നമ്മൾ എടുത്തു. ഓക്കെ, an experiment to prove that organic compounds were the basis of life was performed by ആരായിരുന്നു, നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, യുറേ-മില്ലർ എക്സ്പെരിമെന്റ്, മില്ലർ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി which one of the following option lists the primary energy sources for all form of life on earth? ഒരു എല്ലാ ലൈഫിൻ്റെയും ഒരു തുടക്കത്തിന് ഏതാണ് പ്രൈമറി എനർജി സോഴ്സ്? ലൈറ്റ്, ഇനോർഗാനിക് സബ്സ്റ്റൻസ്, ഓർഗാനിക് സബ്സ്റ്റൻസസ്, ലൈറ്റ്, ഓർഗാനിക് സബ്സ്റ്റൻസസ്, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്കറിയാം ലൈറ്റും ഇനോർഗാനിക് സബ്സ്റ്റൻസസും ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ലൈറ്റാണ് പ്രൈമറി എനർജി സോഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. 4 important events given below may have led to the origin of life on earth. We find the correct order of events. Correct order ഇതാണ് പറയുന്നത്. Formation of amino acids and nucleotides, availability of water, organization of cells, formation of complex molecules. നമുക്കറിയാം അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് ഏറ്റവും ഫസ്റ്റ് വേണ്ടത്. അതിലാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ഫോർമേഷൻ ഓഫ് അമിനോ ആസിഡ്സ് ആൻഡ് ന്യൂക്ലിയോടൈഡ്സ് അല്ലേ, അത് കോംപ്ലക്സ് മോളിക്യൂൾസ് ആകുന്നു. കോംപ്ലക്സ് മോളിക്യൂൾസ് പിന്നെ ഓർഗനൈസേഷൻ ഓഫ് സെൽസ്. അപ്പം BADC അല്ലേ, BADC ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ദ കൺസെപ്റ്റ് ഓഫ് കെമിക്കൽ എവല്യൂഷൻ വാസ് ബേസ്ഡ് ഓൺ. കെമിക്കൽ എവല്യൂഷൻ കൺസെപ്റ്റ് എന്താ, ഇൻട്രാക്ഷൻ ഓഫ് വാട്ടർ, എയർ ആൻഡ് ക്ലേ അണ്ടർ ഇന്റൻസ് ഹീറ്റ് ആണോ? അല്ല. എഫക്റ്റ് ഓഫ് സോളാർ റേഡിയേഷൻ ഓൺ കെമിക്കൽസ് ആണോ? അല്ല. പോസിബിൾ ഒറിജിൻ ഓഫ് ലൈഫ് ബൈ കോമ്പിനേഷൻ ഓഫ് കെമിക്കൽസ് അണ്ടർ സ്യൂട്ടബിൾ എൻവയൺമെന്റൽ കണ്ടീഷൻ. യെസ്, സ്യൂട്ടബിൾ എൻവയൺമെന്റൽ കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നു, കോമ്പിനേഷൻ ഓഫ് കെമിക്കൽസ് അത് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നു. ക്രിസ്റ്റലൈസേഷൻ ഓഫ് കെമിക്കൽസും അല്ല. യെസ്. ഇനി പിന്നെ ഉള്ളത്
ബയോളജിക്കൽ എവല്യൂഷനിലേക്ക് വരുമ്പോൾ അവിടെയും ഒരുപാട് തിയറീസ് ഉണ്ട്. എങ്ങനെയാണ് ജീവനുള്ളവയിൽ മാറ്റം വരുന്നത്, അതാണ് ബയോളജിക്കൽ എവല്യൂഷൻ അല്ലെ. അവിടെയും ഒരുപാട് തിയറീസ് ഉണ്ട്, പലതരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതിൽപ്പെട്ടതാണ് ലാമാർക്കിസം, ഡാർവിനിസം, നിയോഡാർവിനിസം, ട്രീ ഓഫ് ലൈഫ്, അതുപോലെ തന്നെ വെബ് ഓഫ് ലൈഫ്, പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം, സിംബയോജെനിസിസ്, മ്യൂട്ടേഷൻ തിയറി അല്ലെ, ഹ്യൂഗോ ഡിവ്രീസിന്റെ മ്യൂട്ടേഷൻ തിയറി, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള തിയറീസ് നമുക്ക് ബയോളജിക്കൽ എവല്യൂഷൻ എന്ന് വെച്ചാൽ ജീവനുള്ളവയിൽ മാറ്റം വരുന്നു. ഇറ്റ്സ് ഓൾസോ നമുക്ക് സയന്റിഫിക്കലി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ഫോർ എക്സാമ്പിൾ ഇപ്പം വൈറസുകൾ, ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കോവിഡ് വൈറസ് അല്ലെ. കോവിഡ് വൈറസ് വന്ന സമയത്ത് നമ്മൾ പലതും ഇങ്ങനെ കേട്ടു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ കുറഞ്ഞു, പിന്നെ പെട്ടെന്ന് പറഞ്ഞു സ്ട്രെയിൻ മാറി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ന്യൂസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഒമൈക്രോൺ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എന്താ, ഈ കോവിഡ് വൈറസിൽ ചെറിയ ചേഞ്ച് വന്നതാണ് അല്ലെ. അപ്പം അങ്ങനെയുള്ള ചേഞ്ചസ് സംഭവിക്കും. ഇപ്പോൾ ലിവിങ് ബീങ്സിനാണെങ്കിലും അങ്ങനെയുള്ള ചേഞ്ചസ് ഓവർ ദ ടൈം ചേഞ്ചസ് സംഭവിക്കും. ആ ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുക, ബയോളജിക്കൽ എവല്യൂഷൻ എന്ന് പറയുക. അതിനെ അതെങ്ങനെയൊക്കെ ചേഞ്ച് സംഭവിക്കും എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് പല തിയറീസ്. അതാണ് ലാമാർക്കിസം, ഡാർവിനിസം. അതിന് ചിലതിനൊക്കെ സയന്റിഫിക് ബാക്കിംഗ് ഉണ്ടാവും, ചിലത് സയന്റിഫിക് വേൾഡ് തള്ളിക്കളഞ്ഞതുണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ ലാമാർക്കിന്റെ തിയറി എന്ന് പറയുന്നത് ദ യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറിയാണ്. അതായത് നമ്മൾ ഒരു ഓർഗൻ കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ അത് നന്നായി വളരും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നന്നായി അത് ആ രൂപത്തിൽ വരും എന്നുള്ളതാണ്. അതിൻ്റെ എക്സാമ്പിളാണ്, ക്ലാസിക് എക്സാമ്പിളാണ് ജിറാഫിൻ്റെ കഴുത്ത് അല്ലേ. ജിറാഫിന് ആദ്യം ചെറിയ കഴുത്തായിരുന്നു, പിന്നെ വലിയ വലിയ ട്രീസിൻ്റെ മേലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അതിങ്ങനെ കഴുത്ത് നീട്ടി അവസാനം ജിറാഫിൻ്റെ കഴുത്ത് നീണ്ടു പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് കൂടുതൽ ഡെവലപ്പ് ആകും എന്ന് പറയുന്ന ഒരു തിയറിയാണ്. പക്ഷേ ഇറ്റ് ഹാസ് നോ സയന്റിഫിക് ബാക്കിംഗ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യാറില്ല, അത് ആ രൂപത്തിൽ എടുക്കാറില്ല. ഒരു ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അതാണ് ലാമാർക്കിന്റെ തിയറി. അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മൾ ലൈഫ് ടൈമിൽ നമ്മൾ അക്വയർ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അതെന്ത് ചെയ്യും, ഇൻഹെറിറ്റ് ചെയ്യും. അപ്പോൾ അതായത് ഞാൻ എൻ്റെ കഴുത്ത് ഇങ്ങനെ നീട്ടിയാൽ എൻ്റെ മക്കൾക്ക് എന്തുണ്ടാവും, കുറച്ചുകൂടി നീണ്ട കഴുത്തുണ്ടാവും എന്ന് പറയുന്ന അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഹെറിറ്റ് ചെയ്യും എന്ന് പറയുന്നൊരു തിയറിയാണ് ലാമാർക്കിസം എന്ന് പറയുന്നത്. ആ തിയറി എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇപ്പം നമ്മൾ ഉപയോഗിക്കാറില്ല. യെസ്, അപ്പോൾ എന്താ വെച്ചാൽ അത് പലതരത്തിൽ നമ്മളിപ്പം ഞാൻ നല്ല ജിമ്മിൽ പോയിട്ട് നല്ല മസിൽ ഉണ്ടാക്കിയാൽ എൻ്റെ മക്കൾക്ക് മസിൽ ഉണ്ടാവുമോ, ഇല്ലല്ലോ. അപ്പോൾ അത് അക്വയർഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, ഇൻഹെറിറ്റ് ചെയ്യൂല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ ഉള്ളതാണ് ഡാർവിനിസം. ഈ ബയോളജിക്കൽ എവല്യൂഷനിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ടതും ഏറ്റവും കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള തിയറി പെട്ടതാണ് നാച്ചുറൽ സെലക്ഷൻ. ഡാർവിൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രൊപ്പോസ്ഡ് ബൈ ചാൾസ് ഡാർവിൻ. അദ്ദേഹം അതിൻ്റെ കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയണ്ടാവും അല്ലേ. ഗാലപ്പഗോസ് ഐലൻഡിൽ അദ്ദേഹം ഇങ്ങനെ പോകുന്നു, അവിടെ ഡാർവിൻ സ്ഫിഞ്ചസിനെ കാണുന്നു, അതിനെ ഒബ്സർവ് ചെയ്യുന്നു, അതിൻ്റെ കൊക്ക് അല്ലെ, ആ ബീക്കിലുള്ള ചേഞ്ചസ് ഒബ്സർവ് ചെയ്യുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഓവർ പ്രൊഡക്ഷൻ, വേരിയേഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആൻഡ് നാച്ചുറൽ സെലക്ഷൻ. അത് ഓരോന്ന് എന്താണെന്നുള്ളത് അവർക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. പിന്നെ അതെന്ത് ചെയ്യുക, അറിയാത്തവർ ആ ഭാഗങ്ങളൊന്ന് വായിക്കുക കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട എന്താ വെച്ചാൽ ഈ ഓവർ പ്രൊഡക്ഷൻ, എല്ലാത്തിലും നമുക്ക് ആവശ്യത്തിലേറെ പ്രൊഡ്യൂസ് ചെയ്യും. ഓവർ പ്രൊഡക്ഷൻ ഓഫ് ഓഫ്സ്പ്രിങ്സ് ഉണ്ടാവും. അപ്പം എന്ത് സംഭവിക്കും, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് വരും. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട റിസോഴ്സസ് ലിമിറ്റഡ് ആയിരിക്കും, പക്ഷെ ആള് കൂടുതലും റിസോഴ്സസ് ലിമിറ്റഡും ആകുമ്പോൾ അവിടെ എക്സിസ്റ്റൻസിന് വേണ്ടിയുള്ള സർവൈവൽ ഉണ്ടാകും. ആ സർവൈവൽ വേണ്ടിയുള്ള സ്ട്രഗിൾ ഉണ്ടാവും. അപ്പോൾ ആ സ്ട്രഗിളിൽ സർവൈവ് ഓഫ് ദ ഫിറ്റസ്റ്റ്, അതിന് ഓരോ പിന്നെ കണ്ടീഷനിലും അതിന് അനുസരിച്ചുള്ള വേരിയേഷൻസ്, ആ പോസിറ്റീവ് വേരിയേഷൻസ് ഉള്ള ആളുകൾ എന്ത് ചെയ്യും, സർവൈവ് ചെയ്യും. അപ്പോൾ വേരിയേഷൻ ഇൻ ഓർഗാനിസം ഈസ് എ ഫാക്ട് അല്ലേ. പലതരത്തിലുള്ള വേരിയേഷൻ സംഭവിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ആ കണ്ടീഷനിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള വേരിയേഷൻ ഉള്ള ഓർഗാനിസംസ് എന്ത് ചെയ്യും, ഈ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിൽ എന്ത് ചെയ്യും, സർവൈവ് ചെയ്യും. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും, നേച്ചർ സെലക്ട് ചെയ്യും, നേച്ചർ സെലക്ഷൻ. ഓക്കെ, അപ്പോൾ അതാണ് ഡാർവിനിസത്തിന്റെ കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് ഡാർവിൻ വളരെ മുന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ തിയറീസ് ഒക്കെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇറ്റ് വാസ് ക്രിറ്റിസൈസ്ഡ് ഫോർ ദ നോട്ട് ഹാവിങ് എനി ഐഡിയ അബൌട്ട് നോട്ട് ഹാവിങ് എനി ഐഡിയ അബൌട്ട് ജെനറ്റിക് ബേസിസ് ഓഫ് വേരിയേഷൻ ആൻഡ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഇത് ഡാർവിൻ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ജെനറ്റിക്സിനെ കുറിച്ച് നമുക്ക് തീരെ അറിയില്ലായിരുന്നു അല്ലേ. പിന്നെയാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ജെനറ്റിക്സ്, പ്രധാനമായിട്ടും ഗ്രിഗർ മെൻഡലിൻ്റെ എക്സ്പെരിമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ഡാർവിൻ പറഞ്ഞതിൻ്റെ ബേസിൽ തന്നെ കുറച്ചുകൂടി അതിലുള്ള അബദ്ധങ്ങളൊക്കെ തിരുത്തിയിട്ട് വന്നിട്ടുള്ള തിയറീസാണ് നിയോ ഡാർവിനിസം എന്ന് പറയുന്നത് അല്ലേ. അതിനെ റിഫൈൻ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്ത ഒരു തിയറിയാണ് നിയോ ഡാർവിനിസം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ ഉള്ളതാണ് പലതരത്തിലുള്ള തിയറീസിൽ പെട്ടതാണ് ട്രീ ഓഫ് ലൈഫ് ആൻഡ് വെബ് ഓഫ് ലൈഫ് അല്ലെ. ട്രീ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരൊറ്റ ഓർഗാനിസം, അതിൽ നിന്ന് എന്ത് ചെയ്തു, ഒരുപാട് ഓർഗാനിസംസ് ഉണ്ടായി, അത് പിന്നെയും പലതരത്തിലുള്ള ഓർഗാനിസമായി, അങ്ങനെ ഒരു ട്രീ ഓഫ് ലൈഫ് അല്ലെ. എന്നാൽ വെബ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ലൈഫ് ഈസ് ഇന്റർകണക്റ്റഡ് ത്രൂ ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ, എസ്പെഷ്യലി ഇൻ മൈക്രോബ്സ് അല്ലെ. അങ്ങനെ ഒരു വെബ് ഓഫ് ലൈഫ്, ഒറ്റ ജീവിയിൽ നിന്നും ഫുള്ള്
ഇങ്ങനെ ഉണ്ടായി എന്നതിനപ്പുറത്ത് ഒരു വെബ് ഓഫ് ലൈഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറീസും നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം. സ്റ്റീഫൻ ജെ ഗോൾഡും അതേപോലെ തന്നെ നീൽസ് എൽഡ്രിഡ്ജും ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. സ്റ്റേറ്റഡ് ദാറ്റ് സ്പീഷീസ് റിമെയിൻ സ്റ്റേബിൾ ഫോർ ലോങ് പീരീഡ്സ്. സ്പീഷീസ് എന്ത് ചെയ്യും, കുറെ കാലത്തേക്ക് സ്റ്റേബിൾ ആയിട്ടാണ് നിൽക്കുക. സഡൻ എൻവയോൺമെന്റൽ ചേഞ്ചസ് ലീഡ് ടു റാപ്പിഡ് ബേസ്റ്റ് ഓഫ് എവല്യൂഷൻ. പെട്ടെന്നുള്ള എൻവയോൺമെന്റൽ ചേഞ്ച് എന്ത് ചെയ്യും, റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കും. എന്ന് വെച്ചാൽ മറ്റേ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഗ്രാജുവൽ ചേഞ്ച് ആണ് അല്ലേ, പക്ഷേ സ്റ്റീഫൻ ജെ ഗോൾഡ് പറയുന്നത് കുറേ കാലം ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും, പെട്ടെന്ന് ചേഞ്ച് ഉണ്ടാവും, പിന്നെ കുറേ കാലം സ്റ്റേബിൾ ആയിട്ട് നിൽക്കും, പിന്നെ ചേഞ്ച് ഉണ്ടാവും. ആ രൂപത്തിലാണ് സ്റ്റീഫൻ ജെ ഗോൾഡ് പറഞ്ഞിട്ടുള്ളത്. ചലഞ്ചസ് ദ ഐഡിയ ഓഫ് എവല്യൂഷൻ ഈസ് ഓൾവേസ് സ്ലോ ആൻഡ് ഗ്രാജുവൽ പ്രോസസ്. സ്ലോ ആൻഡ് ഗ്രാജുവൽ ആണ് എന്ന് പറയുന്നതിനെ ചലഞ്ച് ചെയ്യാൻ ആര് ചെയ്തിട്ടുള്ളത്, സ്റ്റീഫൻ ജെ ഗോൾഡ് ചെയ്തിട്ടുള്ളത്. സപ്പോർട്ടഡ് ബൈ ഫോസിൽ റെക്കോർഡ്സ് ഷോയിങ് സഡൻ അപ്പിയറൻസ് ഓഫ് സ്പീഷീസ്. നമുക്ക് പല ഫോസിൽ റെക്കോർഡ്സും നോക്കിയാൽ പല സ്പീഷീസും സഡൻലി അപ്പിയർ ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ മറ്റേ ഡാർവിനിസത്തിലും നിയോഡാർവിനിസത്തിലൊക്കെ നമ്മൾ പറയുന്നത് ഗ്രാജുവൽ ചേഞ്ച് ആണ് സംഭവിക്കുക. അപ്പം അങ്ങനെയാണ് ഗ്രാജുവലി ആണ് എല്ലാം കാണേണ്ടത്. പക്ഷേ നമുക്ക് ഫോസിൽ റെക്കോർഡ്സ് നോക്കുമ്പോൾ പല സ്പീഷീസും പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്, അപ്പിയർ ചെയ്യുന്നത് കാണുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് സ്റ്റീഫൻ ജെ ഗോൾഡ് പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് സിംബയോജെനിസിസ്. സിംബയോജെനിസിസ് പറയുന്നത് വെച്ചാൽ ഈ പറഞ്ഞ കോംപ്ലക്സ് യൂക്കാരിയോട്ടിക് സെൽസ് ഇവോൾവ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ സെൽസ്. അതായത് ഒരു സെല്ല് ഈ പറഞ്ഞ മറ്റ് സെല്ലുകളെ എൻഗൾഫ് ചെയ്യുന്നത് വഴിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറഞ്ഞ യൂക്കാരിയോട്ടിക് സെൽസ് ഉണ്ടായിട്ടുള്ളത്. മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ മുമ്പ് ബാക്ടീരിയാസ് ആയിരുന്നു, അതിനെ എൻഗൾഫ് ചെയ്തിട്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പറഞ്ഞ സിംബയോജെനിസിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മ്യൂട്ടേഷൻ തിയറി അല്ലേ, പ്രധാനപ്പെട്ടതാണ്. ഹ്യൂഗോ ഡിവ്രീസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ സഡൻ ചേഞ്ച് ഇൻ ജീൻ, അതാണ് ഫിനോടൈപ്പിക് വേരിയേഷനൊക്കെ കാരണമാകുന്നത് എന്നുള്ളതാണ്. റാൻഡം ആയിട്ടുള്ള ഡയറക്ഷൻലെസ് ആയിട്ടുള്ള നെഗറ്റീവ് ആൻഡ് റിട്രോഗ്രസീവ് ആണ് പലപ്പോഴും ഈ പറഞ്ഞ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അങ്ങനെയുള്ള പെട്ടെന്നുള്ള ചേഞ്ചസ് ആണ് എവല്യൂഷന് കാരണമാകുന്നത് എന്നുള്ളതാണ് ഹ്യൂഗോ ഡിവ്രീസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൂ ഔട്ട് ഓഫ് ദ ഫോളോയിങ് വാസ് ഓഫ് ദ സ്ട്രോങ് ഒപ്പീനിയൻ ദാറ്റ് അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ് വാസ് ഇൻഹെറിറ്റഡ്. നമ്മൾ തുടക്കത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്താണ്. അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഹെറിറ്റഡ് ആണെന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ലാമാർക്ക് അല്ലേ, ലാമാർക്കിൻ്റെതാണ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അക്കോർഡിംഗ് ടു ദ എവല്യൂഷണറി തിയറി, ഫോർമേഷൻ ഓഫ് എ ന്യൂ സ്പീഷീസ് ഈസ് ജനറലി ഡ്യൂ ടു. എവല്യൂഷൻ തിയറി പ്രകാരം ജനറലി എന്തായിരുന്നു, സഡൻ ക്രിയേഷൻ ബൈ നേച്ചർ ആണോ, അക്യുമുലേഷൻ ഓഫ് വേരിയേഷൻ ഓവർ സെവറൽ ജനറേഷൻ ആണോ, ക്ലോൺസ് ഫോംഡ് ഡ്യൂറിംഗ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ, മൂവ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഫ്രം വൺ ഹാബിറ്റേറ്റ് ടു അനദർ ആണോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്യുമുലേഷൻ ഓഫ് വേരിയേഷൻ ഓവർ സെവറൽ ജനറേഷൻ, അങ്ങനെ ഗ്രാജുവൽ ആണ് എന്നുള്ളതാണ് എവല്യൂഷണറി തിയറി പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ? ഓൾ ഓർഗാനിസംസ് ആർ ഈക്വലി സ്യൂട്ടഡ് ടു ദ എൻവയോൺമെന്റ് എന്നാണോ? ഒരിക്കലും അല്ല അല്ലേ. റാൻഡം സെലക്ഷൻ വിൽ ഡിറ്റർമിൻ ദ ഓർഗാനിസംസ് സർവൈവ്. Organism better adapted to their environment have greater reproductive success. That is എന്താണ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അതാണ് നാച്ചുറൽ സെലക്ഷനിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓപ്ഷൻ സി അല്ലേ, ഓപ്ഷൻ സി ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് പലതരത്തിലുള്ള തിയറീസ് ഉണ്ട്. ആ തിയറീസിനെ കുറിച്ചൊക്കെ മ്യൂട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. ഈ പിന്നെ രണ്ട് ഭാഗങ്ങളിലെ കെമിക്കൽ എവല്യൂഷൻ, ബയോളജിക്കൽ എവല്യൂഷൻ, ഈ രണ്ട് ഭാഗങ്ങളെയും കൃത്യമായിട്ട് അത് തന്നെ മനസ്സിലാക്കി അതിൻ്റെ തിയറീസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി തന്നെ പോവുക. ഓക്കെ, ആ രൂപത്തിൽ കൂടുതൽ എന്ത് ചെയ്യുക, നന്നായി പഠിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വായിച്ചാൽ പലതരത്തിലുള്ള ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടും അല്ലേ. ഒരുപാട് തിയറീസ് ഇപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നല്ലൊരു ധാരണ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സ്കോളർഷിപ്പ് എക്സാംസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരം ഭാഗങ്ങൾ എന്ന് പറയുന്നത്. സോ എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.